ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് സൺഡേ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്താലോ എന്ന് കുറേ ആയി വിചാരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാൻ ആദ്യം തന്നെ എണീറ്റ് എൻ്റെ ചായ പൊടി അടിച്ചു തുടയും എൻ്റെ പണിയെല്ലാം തീർത്തിട്ടുണ്ട്. അപ്പോഴേക്കും എന്താ കുട്ടേട്ടനെ എണീറ്റ് വന്ന് ചായ പൊടി തുടങ്ങി. ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാൻ പോകണം. ഡേ ഇൻ മൈ ലൈഫ് അല്ല, ഡേ ഇൻ അവർ ലൈഫ്. ഞാനപ്പോൾ രാവിലെ വീട്ടിൽ പല്ല് തേക്കും ചായ കുടിയൊക്കെ കഴിഞ്ഞ് അടിച്ച് കുറച്ച് എൻ്റെ പണിയെല്ലാം തീർത്തിട്ടുണ്ട്. നമ്മുടെ ആളിപ്പോൾ എണിച്ച് വന്ന് ചായ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഹായ് പറഞ്ഞു. ഗുഡ് മോർണിംഗ് പറയല്ലോ. ഗുഡ് മോർണിംഗ്. ഓക്കെ, നമ്മുടെ കുഞ്ഞുമണി എണീറ്റിട്ടില്ല. അപ്പോൾ നമുക്ക് പോയി എണീറ്റൊന്ന് നോക്കിയിട്ട് വരാം. നമ്മുടെ ആളിവിടെ ഇങ്ങനെ ചുരുണ്ട് കൂടി കിടക്കുകയാണ്. സത്തൊരു ഹായ് പറഞ്ഞടാ. ഹായ് പറയും. ആൾക്ക് ഭയങ്കര നാണമാണ് രാവിലെ എണീറ്റതും. ഇനി രാവിലെ എണീറ്റത് ഇവരുടെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് എണീറ്റ് വരുള്ളൂ. സത്തോ, ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ, ഗുഡ് മോർണിംഗ്. ധാരാ വരുന്നു നോക്കിയേ. പല്ല് തേച്ചണ്ടേ? പല്ല് തേക്കണ്ടേ? ഇതാ പപ്പ പല്ല് തേക്കുന്നു. ബ്രഷ് എടുത്തിട്ട് വരാട്ടാ കുഞ്ഞിൻ്റെ. ആക്ച്വലി ഇന്ന് നമുക്ക് ഡേ ഇൻ അവർ ലൈഫ് എടുക്കാനുള്ള സമയമില്ല, കാരണം ഉച്ചയ്ക്ക് ശേഷം കൂട്ടാൻ ഒരു പരിപാടി ഉണ്ട്. അതുകൊണ്ട് ഹാഫ് ഡേ ഇൻ അവർ ലൈഫാണ് എടുക്കുന്നത്. ഓക്കെ, കൂട്ടാൻ എവിടെ പോണാ? ചിക്കൻ മേടിച്ചിട്ട് ചിക്കൻ അമ്മ ഭക്ഷണം കഴിക്കാൻ അമ്മയ്ക്ക് എന്താ സ്പെഷ്യൽ ദോശ. ഇവിടെ നമ്മളുടെ ഫ്രണ്ട് വന്നിട്ടുണ്ട് കളിക്കാൻ. അപ്പം മാമൂന്നാണ്. കുഞ്ഞുമണി രാവിലെ തന്നെ കുളിച്ച് റെഡിയായി സുന്ദരിക്കുട്ടിയായി ഇത് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനത് ഗ്രിൽഡ് ചിക്കൻ ആക്കാനായിട്ടുള്ള മസാല കൂട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഗ്രിൽഡ് ചിക്കൻ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് നമ്മൾ സ്പെഷ്യൽ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെയാണ് വെക്കുന്നത്. അതൊക്കെ വേറൊരു വീഡിയോയിൽ ഷോർട്ടാക്കിയിട്ടിടാം, കുക്കിംഗ് വീഡിയോ ആയിട്ട്. ഓക്കെ, അത് അമ്മയുടെ മാത്രം സ്പെഷ്യൽ റെസിപ്പീസാണ്. ആക്ച്വലി എനിക്ക് മോൾക്കും തീരെ സുഖമില്ലായിരുന്നു, ചുമയും പനിയും ജലദോഷമൊക്കെ ആയിട്ട്. അപ്പം ഞങ്ങൾ അടുക്കളയിൽ കുറച്ച് പണിയൊക്കെ കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നു. കുഞ്ഞിന് എന്തെങ്കിലും അസുഖം വന്നാൽ അപ്പം എനിക്കും വരും, എനിക്ക് എന്തെങ്കിലും വന്നാൽ അവൾക്കും വരും. ഞങ്ങൾ അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളൊന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നു. ആശുപത്രിയില എന്താണ് പനിയാണ്? മാറിയില്ലേ പനി? ഇന്ന് കൊണ്ടുപോകുന്നുണ്ടാ? ആ ശരി, പോയിട്ട് വരും. പോയിട്ട് വാ. ആ ശരി ശരി. തൊപ്പിതാരി കത്തിട്ടാ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തിരക്കുണ്ടാവില്ല എന്നാണ് വിചാരിച്ചത്. ഒ പി എടുക്കുന്ന അവിടെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് ഹാപ്പി ആയിട്ട് പോയതായിരുന്നു. പക്ഷെ ഡോക്ടറെ കാണിക്കാൻ നല്ല തിരക്കുണ്ടായിരുന്നു. വേറെ ഒരു ഡോക്ടറും ഇല്ലാത്ത കാരണം ആകെ ഒരു ഡോക്ടറേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ പകുതി ഡേ ആശുപത്രിയിൽ പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ നമ്മുടെ ഡേ ഇൻ അവർ ലൈഫ് മുഴുവനാക്കാൻ പറ്റിയിട്ടില്ല. വേറൊരു ദിവസം പുതിയതായിട്ട് ഒന്നും കൂടെ ചെയ്യുന്നതാണ്. എനിക്ക് സൗണ്ടൊക്കെ ചുമയതുകൊണ്ട് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ടാറ്റാ ബൈ ബൈ. Tata bye bye. See you.